ഹലോ ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. വീക്കെൻഡ് വൈബ്സ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോകുന്നത് ബീച്ചിലേക്കാണ്, സീ ബീച്ചിലേക്ക്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബീച്ചിൽ പോയിട്ട് കുളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആഴ്ചയിലത്തെ മൊത്തം സ്ട്രെസ്സും സ്ട്രെയിനും കുറയുമെന്നാണ് ശരത്ത് എപ്പോഴും പറയാറുള്ളത്. ഭയങ്കര ഒരു റിലാക്സിങ് ഫീലാണ് അവിടെ പോയിട്ട് കുറേ നേരം വെള്ളത്തിൽ കളിക്കുന്ന സമയത്ത്. അപ്പോൾ ഇപ്രാവശ്യം അച്ഛനമ്മയും കൂടി ഉള്ളതുകൊണ്ട് അവരെയും കൂടി കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾസ് അനുഭവിച്ചവരുണ്ടാവുമല്ലേ നമ്മൾക്കിടയിൽ. അതേപോലെ കുറേ സ്ട്രഗിൾസ് അനുഭവിച്ചവരാണ് എൻ്റെ അച്ഛനും അമ്മയും. അവരുടെ ഒരു നല്ല പ്രായത്തിലായിരുന്നു അച്ഛന് ബൈപ്പാസ് സർജറി വരുന്നത്, അതും വിത്ത് മേജർ 3 ബ്ലോക്സ്. ആ സമയത്തെ അമ്മയുടെ ഫുൾ അറ്റൻഷനും ഫുൾ ടൈമും ഏജും ഒക്കെ അമ്മ സാക്രിഫൈസ് ചെയ്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അച്ഛന് വേണ്ടിയിട്ട് മാത്രമാണെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോഴും അച്ഛൻ എന്തെങ്കിലും ചെറിയ അസുഖങ്ങളോ അല്ലെങ്കിൽ പനിയോ ജലദോഷമോ എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഇങ്ങനെ നെഞ്ചെടുപ്പാണ്. കാരണം അച്ഛൻ അത്രയ്ക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ടോ അമ്മയ്ക്ക് ഇപ്പോഴും സംശയമാണ്. അച്ഛൻ ആളെ ആക്റ്റീവ് ആണെങ്കിലും അമ്മയ്ക്കൊരു പേടിയാണ്, അയ്യോ പഴയതുപോലെ എന്തെങ്കിലും ആവുമോ അങ്ങനെ ഒരു സംശയമാണ്. ഞാൻ പലപ്പോഴും അമ്മേനെ കളിയാക്കാറുണ്ട്, അമ്മയ്ക്ക് ധൈര്യമില്ല, അമ്മ പേടിത്തൊണ്ടിയാണെന്ന്. പക്ഷേ ആ ഒരു സിറ്റുവേഷൻ അമ്മ ഓവർകം ചെയ്തിട്ട് വന്നില്ലേ അല്ലേ. 2002 അച്ഛന് ബൈപ്പാസ് സർജറി വരുന്നത്. അപ്പോൾ അത്രയും മുന്നേ പാലക്കാട് നിന്ന് പോലും പുറത്തേക്ക് പോകാത്ത ഒരാൾ നോർത്ത് ഇന്ത്യയിൽ വന്നിട്ട് ഇത്രയും എല്ലാം ബാലൻസ് ചെയ്തിട്ട് കൊണ്ടുപോയില്ലേ. അച്ഛനെ നല്ല ആരോഗ്യത്തോടു കൂടി കൊണ്ടുവന്നില്ലേ. അപ്പോൾ അതൊക്കെ വലിയൊരു കാര്യം തന്നെയാണ്. ഒക്കെ ആലോചിക്കുമ്പോഴാണ് അവർ അനുഭവിച്ച ആ ഒരു സാക്രിഫൈസൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും അവർ എൻജോയ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ട്. എൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും കുറവ് വരുത്തിയിട്ടുണ്ട് എന്നല്ല കേട്ടോ, എനിക്കൊരു കുറവും വരുത്തിയിട്ടില്ല അവർ രണ്ടുപേരും. പക്ഷേ അവർ രണ്ടുപേരും എൻജോയ് ചെയ്യാൻ പലപ്പോഴും മറന്നു പോയിട്ടുണ്ട്. കറങ്ങാൻ പോയിട്ടില്ല, അവരുടേതായിട്ടുള്ളൊരു ലോകം ഉണ്ടായിട്ടില്ല അവർക്ക്. അപ്പോൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നമ്മളെ കാണാൻ വന്നപ്പോഴും നമുക്ക് ഒരു എൻജോയ്മെൻറ്റ് കൊടുക്കാൻ പറ്റുമ്പോഴും ഒക്കെ വലിയൊരു എന്താ പറയുക അഭിമാനമാണോ അല്ലെങ്കിൽ ഞാൻ വലിയ സംഭവമാണെന്നുള്ള രീതിയിലല്ല ഞാൻ പറയുന്നത്. പക്ഷേ എന്നാലും അവർക്ക് ആ ഒരു ടൈം കൊടുക്കാൻ പറ്റുക, അവരുടെ അടുത്ത് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുക, ഇതൊക്കെ വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെയാണ് കരുതണത്.